പ്രിയപ്പെട്ടവരെ, വാഴക്കുളം വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൈനാപ്പിൾ കൃഷിയിൽ തരംഗമാകാൻ പോകുന്ന MD2-നെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ പൈനാപ്പിൾ തോട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് മൗറീഷ്യസ് ഇനത്തിൽപ്പെടുന്ന പൈനാപ്പിൾ ആണെങ്കിൽ അതിലെല്ലാം വലിയ മാറ്റം പൈനാപ്പിൾ കൃഷിയിൽ കൊണ്ടുവരാൻ പോകുന്ന MD2-ന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബേബി ജോൺ നമ്മളോടൊപ്പം ചേരുകയാണ്. ബേബി ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ പൈനാപ്പിൾ കൃഷിയിൽ വലിയ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന MD2, അത് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ചേട്ടൻ അത് ഇന്ന് വിളവെടുപ്പിന് പാകമാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ MD2 കൃഷി അത് അതിൻ്റെ മുന്നോട്ടുള്ള പോക്കും, അല്ലെങ്കിൽ അത് കാർഷിക മേഖലയിൽ, പൈനാപ്പിൾ മേഖലയിൽ എത്രമാത്രം ചലനം സൃഷ്ടിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും MD2 ആണ് ഇന്ന് ലോകത്ത് 70% സംസ്കരണത്തിനും കയറ്റുമതിക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ MD2 നമ്മൾ വിളവെടുക്കുകയാണ്. ഈ MD2 കാണുമ്പോൾ പല കർഷകർക്കും ഉള്ളൊരു സംശയം, ഇത് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ പുരയിടത്തിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള പൈനാപ്പിൾ എന്ന് പറയുന്ന അതേ ഐറ്റം തന്നെയാണോ എന്നുള്ളതാണ്. ആ സംശയം നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വീഡിയോയ്ക്ക് പിന്നിലുണ്ട്. അത് Q ഇനത്തിൽപ്പെടുന്ന പൈനാപ്പിളാണ് പണ്ട് കാലത്ത് നമ്മുടെ പുരയിടത്തിൽ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് MD2 എന്ന് പറയുന്ന ഏറ്റവും പുതിയ വെറൈറ്റി ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു പൈനാപ്പിളിൻ്റെ റാണിയാണ് മൗറീഷ്യസ്, നമ്മളിപ്പോൾ നിലവിൽ കൃഷി ചെയ്യുന്ന പൈനാപ്പിൾ. എന്നാൽ പൈനാപ്പിളിൻ്റെ രാജാവാകാൻ പോകുന്ന ഒരു വെറൈറ്റിയാണ് MD2 എന്ന് പറയുന്നത്. ഏതാണ്ട് ഇതിന് 2.5 കിലോയിലും തൂക്കമുണ്ട്. നമ്മുടെ MD2 വിളവെടുത്തത് നമുക്ക് ആദ്യം അതിൻ്റെ തൂക്കമൊന്ന് നോക്കാം. MD2 പൈനാപ്പിൾ നമ്മൾ വാഴക്കുളത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിൽ ജ്യൂസ് ആക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ നിലവിൽ കൃഷി ചെയ്യുന്ന മൗറീഷ്യസ് ഇനത്തേക്കാളും ജ്യൂസ് ആക്കുമ്പോഴും അതുപോലെ തന്നെ അത് പീസാക്കി നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ രുചിയിൽ എന്ത് വ്യത്യാസമുണ്ട്, ഇത് ഭാവിയിൽ പൈനാപ്പിൾ കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഐറ്റമായിട്ട് മാറുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മൾ. തീർച്ചയായിട്ടും നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഇത് നമ്മുടെ വാഴക്കുളം MD2 പൈനാപ്പിൾ നമ്മൾ കൃഷി ചെയ്തതിൻ്റെ ഫ്രഷ് ജ്യൂസാണ്. അത് വളരെ മനോഹരമായി നമുക്ക് ഈ ബേക്കറിയിൽ നിന്നും അവരത് ജ്യൂസാക്കി നൽകിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റ് ജ്യൂസ് ഐറ്റങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ MD2-ൻ്റെ പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് കൂടുതൽ അളവിൽ ലഭിക്കുന്നു, ഏറ്റവും നല്ല ടേസ്റ്റ് ലഭിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. വാഴക്കുളം വൈബ്സിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.